റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. പിറ്റേന്ന് റസൂലിനൊരു പതിവുണ്ടായിരുന്നത്രേ, രാവിലെ സുബ്ഹിക്ക് നമസ്കാരം കഴിഞ്ഞാൽ മസ്ജിദിൽ നിന്ന് സഹാബത്തിൻ്റെ അടുത്ത് കണ്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങളാരെങ്കിലും നല്ല സ്വപ്നം കണ്ടോ? എന്നിട്ട് റസൂൽ അത് കേട്ടിട്ടത് വ്യാഖ്യാനിക്കും. റസൂലിനും അതിന് ചിലത് മനസ്സിലാക്കാനും കിട്ടാനുള്ള മാതിരി ചോദിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനുള്ള മാതിരി ചോദിക്കും. രണ്ടും ആവാം. നിങ്ങൾ ഇന്നലെ രാത്രി വല്ല സ്വപ്നവും കണ്ടോ? ഒരു ദിവസം സുബ്ഹിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഇന്നലെ രാത്രി രണ്ടാളുകൾ എന്നെ വന്ന് വിളിച്ചുണർത്തി, അവരെന്നെ കൊണ്ടുപോകുമ്പോൾ ആദ്യം ഞാൻ കണ്ട രംഗം, ഒരാളെ നിലത്ത് കിടത്തിയിരിക്കുകയാണ്, അവനെ തലയിട്ടടിച്ചടിക്കുകയാണ്, ഭയങ്കരമായ അടി അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ്റെ തല ചതഞ്ഞരഞ്ഞു പോകുന്നു. പക്ഷേ തലക്ക് പിന്നെയും ജീവൻ കിട്ടുന്നു, തല പൂർവ്വസ്ഥിതിയിലെത്തുന്നു, പിന്നെയും ആ തല അടിച്ച് പരത്തി നശിപ്പിക്കുന്നു, പിന്നെയും ജീവൻ കിട്ടുന്നു. ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ നടക്കുന്നത്? അവരെന്നോട് പറഞ്ഞു, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം. അടുത്ത സ്ഥലത്തെത്തി ഒരാളെ കൊളുത്തിട്ട് വലിക്കുകയാണ്, വായിലൂടെ, അണ്ണാക്കിലൂടെ, പെരടിയിലൂടെ, കഴുത്തിലൂടെ. ഭയാനകമായ രംഗമാണ്, കാണാൻ കഴിയാത്ത പ്രയാസമുള്ള രംഗമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്ത് രംഗമാണ്? അവർ പറഞ്ഞു, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം. കുറച്ചുകൂടി അപ്പുറത്തെത്തിയപ്പോൾ വളരെ കുടുസായ ഒരു തുറവാതിലുള്ള അടിയിലേക്ക് വളരെ വിശാലതയുള്ള ഒരു ഗുഹ പോലെയുള്ള സാധനം, അതിനകത്ത് തുണിയുടുക്കാത്ത നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്നിങ്ങനെ അങ്ങുമിങ്ങും തീയിൽ കിടന്ന് മറിയുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്ത് രംഗമാണ്? അവരെന്നോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം. കുറച്ചുകൂടി അപ്പുറത്തെത്തിയപ്പോൾ ചുവന്ന നിറമുള്ള ഒരു പുഴ കിടക്കുന്നു. പുഴയിലൊരാളിങ്ങനെ കിടന്ന് മുങ്ങിപ്പൊന്തുന്നു. അയാൾ കരക്കണക്കാൻ ശ്രമിക്കുമ്പോൾ അയാളെ കല്ലെടുത്തെറിഞ്ഞ് അയാളെ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കളയുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തൊരവസ്ഥയാണ്? എന്തിൻ്റെ പേരിലാണ് ഇയാളെ പീഡിപ്പിക്കുന്നത്? അവർ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, പോകാം. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു രംഗം കണ്ടു. മനോഹരമായ രൂപമുള്ള ഒരു മനുഷ്യനതാ നിൽക്കുന്നു. ചുറ്റുപാടും വസന്തം വന്ന പോലെ പൂക്കൾ നിൽക്കുകയാണ്. മനോഹരമായ രൂപങ്ങളുള്ള കുട്ടികൾ പരന്നു കിടക്കുകയാണ്. ആ കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരാളങ്ങനെ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ കൂടുതൽ പുഞ്ചിരിച്ചു. ഞാൻ ചോദിച്ചു, അതാരാണ്? അവർ പറഞ്ഞു, പോകാം, ഇവിടെ നിൽക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പിന്നെയും മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു മനോഹരമായ കെട്ടിടം കണ്ടു. മനോഹരമായ സ്വർഗം. അവരെന്നോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇത് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള മാളികയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഒന്ന് ഞാൻ കടന്നോട്ടെ, ഒന്ന് കണ്ടോട്ടെ? അവർ പറഞ്ഞു, ഇല്ല, ഇപ്പോഴില്ല, നിങ്ങൾ ദുനിയാവിൽ കുറച്ചു കാലം കൂടി അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾക്ക് ആയുസ് ബാക്കിയുണ്ട്. ആ ആയുസ് കഴിഞ്ഞാൽ ഈ കൊട്ടാരവും മാളികയും നിങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് റസൂൽ അവിടെ വെച്ച് അവരോട് ചോദിച്ചു, ഇനി ഒന്ന് പറഞ്ഞു തരൂ നേരത്തെ കണ്ട രംഗങ്ങളെക്കുറിച്ച്. എന്താണ് ആ കണ്ട രംഗങ്ങൾ? ആ ശിക്ഷകൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു തരുമോ? അവർ ഓരോന്നങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആയുസ്സും അവസരം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കത് പറയാം, എന്നിട്ട് നമ്മുടെ ചർച്ച തുടങ്ങാം. ബേചീന മുസ്തറബ് ദിൽ ജാകർ കിസേ പുകാരെ वो कौन है जो हालत बिगड़ी हुई सुनवारे है बाब ये करम का खाली न फेर या रब देना है अगर तुझे है फिर क्यों है देर या रब कंज कफस से बदतर अपना है आशियाना इस कैद बे किसी में गुजरा है एक ज़माना मग़मूम दिल पे या रब लाजिम है रहम खाना करती हूँ मैं शिकायत तुझसे या जिजाना कब से खड़ी हूँ या रब उम्मीद के सहारे ये दिन न जाने मैंने കിസ് തരഹ് സേ ഗുസാരെ ഞാൻ ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയതെങ്ങനെയെന്ന് എൻ്റെ റബ്ബേ എനിക്കറിയില്ല. അള്ളാഹിനോട് ഇങ്ങനെ ഉള്ളു തുറന്നിട്ട് പറയാനും പാടാനും കഴിയാമെന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി എത്രയാണ്? പഠിച്ചവനെ പഠിക്കുന്നൊരു കൽബുള്ള ഒരാൾക്ക് മാത്രമേ എങ്ങനെ എഴുതാൻ കഴിയൂ. നദവി സാഹിബിൻ്റെ പെങ്ങളുടെ ജീവചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ സയ്യിദ് കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി എന്ന നിലയിൽ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതം മുഴുവൻ ദീനിന് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. ഒരിക്കൽ
ആങ്ങളയായ ലോക മുസ്ലിം പണ്ഡിതൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ വാർത്ത ഈ പെങ്ങളറിഞ്ഞു. ഞാനൊരു സംഭവം ഓർത്തു പോവാണ്. ഹജ്ജിന് പോകാനുള്ള ആഗ്രഹവും കഅബ ഷരീഫ് കാണാനുള്ള ആഗ്രഹവും റസൂലുള്ളാഹിന്റെ റൗള കണ്ട് സിയാറത്ത് ചെയ്ത് സലാം ചെല്ലാനുള്ള ആഗ്രഹവും കൊണ്ട് ഹൃദയം തിടുങ്ങിയ ആ പെൺകുട്ടി ആങ്ങളയുടെ അടുത്ത് വന്നിട്ട് ആദ്യം വാതിലിന് താഴിട്ടിട്ട് വിളിച്ചു, ചോദിച്ചു, അലി എന്നെ കൂട്ടാതെ ഹിജാസിലേക്ക് പോവോ? എന്നെ ഹജ്ജിന് കൊണ്ടുപോകാതെ അലി നീ എങ്ങാനും അങ്ങോട്ട് പോവോ? അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നറിയണം അലി എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. നദ്വി സാഹിബ് എഴുതുകയാണ്, അന്ന് തന്നെ യാത്ര ശരിപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്തു. അവസാനമായതുകൊണ്ട് ഹജ്ജ് യാത്ര ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെങ്ങളുടെ ദുആ പോലെ അള്ളാഹു കബൂലാക്കി. അവർ ഹജ്ജിന് പോയി തിരിച്ചു വന്നു. സദാസമയവും ദീനിന് വേണ്ടിയുള്ള ജീവിതം, കുട്ടികൾക്ക് ദീന് പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ അവർ ധാരാളം എഴുതി. മരണസമയത്ത് അവരുടെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങിയത് അല്ലാഹ് എന്ന വാക്കായിരുന്നു. ബേചീന മുസ്തറബ് ദിൽ ജാകർ കിസേ പുകാരേ, അസ്വസ്ഥ നിബിഡമായ എൻ്റെ ഹൃദയം ആരുടെ വാതിൽക്കൽ ചെന്നാരെയാണ് വിളികൊള്ളാൻ ആഗ്രഹിക്കുന്നത്? വോ കോൻ ഹേ ജോ ഹാലത്ത് ബിഗടി ഹുവി സുൻവാരേ, തകർന്നു പോയ എൻ്റെ അവസ്ഥ എനിക്ക് കേൾപ്പിക്കാൻ മറ്റാരാണുള്ളത്? ഹെ ബാബേ കറം കഹാലീന പേർ യാ റബ്ബ്, കാരുണ്യത്തിൻ്റെ കവാടം എനിക്ക് നേരെ കൊട്ടിയടക്കരുതേ എൻ്റെ റബ്ബേ. ദേനാ ഹെ അഗർ തുझे ഹെ ഫിർ ക്യോ ഹെ ദേർ യാ റബ്ബ്, നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തിനാണ് എൻ്റെ റബ്ബേ താമസിപ്പിക്കുന്നത്? നേരത്തെ തന്നെ അതിങ്ങ് തരരുതോ? കഞ്ച് ഖഫസ് സെ ബദ്തർ അപ്നാ ഹെ ആശിയാന, കിളിയുടെ കൂടിനേക്കാൾ ഇടുങ്ങിയതാണ് എൻ്റെ വാസസ്ഥാനം എൻ്റെ റബ്ബേ. ഇസ് ഖൈദ് ബേ കിസി മേ ഗുസ്റാ ഹെ ഇക് സമാന, ഇനിയും എത്ര കാലം ഈ ജീവന്റെ ജയിലിൽ എനിക്ക് കഴിച്ചു കൂട്ടേണ്ടതുണ്ട് എൻ്റെ റബ്ബേ. ഇതാണ് സാഹിത്യം. അമ്മായിമ്മ വിളമ്പി വെക്കുന്ന അപ്പത്തരും അമ്മായിമ്മ മരുമകനെ കൊണ്ടുകൊടുക്കുന്ന പാലിൻ്റെ കുപ്പിയും എഴുതിയിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടും അടുത്ത ഈ മാപ്പിള സമുദായത്തിൽ ആണും പെണ്ണും ദയവായിട്ടൊരു തിരുത്തലിന് തയ്യാറാവണം. നല്ല കാര്യങ്ങളിലേക്ക് യുവാക്കളെ ക്ഷണിക്കണം, സമൂഹത്തെ ക്ഷണിക്കണം. അപ്പോൾ അതിന് ഈ ഉറുദു ഒക്കെ പഠിക്കാൻ കഴിയുന്ന ആളുകൾ പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഭാഷയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മണിമുത്തുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടില്ല, ഇതൊക്കെയാണ് സാഹിത്യം. കഞ്ച് കഫസ് സെ ബദ്തർ അപ്നാ ഹെ ആശിയാന, പക്ഷിക്കൂടിനേക്കാൾ ഇടുങ്ങിയതാണ് എൻ്റെ വാസസ്ഥാനം. ഇസ് ഖൈദ് ബേ കിസി മേ ഗുസ്റാ ഹെ ഇക് സമാന, മഗ്മൂം ദിൽ പേ യാ റബ്ബ് ലാസിം ഹെ റഹ്മ ഖാന, കർത്തി ഹൂം മേ ശികായത്ത് തുജ്സേ യാ ജിസാന, നിന്നോട് ഞാൻ വിനയത്തോടെ അപേക്ഷ ബോധിപ്പിക്കുകയാണ്, നീ എൻ്റെ ആവലാദിക്ക് മറുപടി തരണേ റബ്ബേ. അള്ളാഹുവിനോടുള്ള ഈ ആവലാതി ഈ സഹോദരിയുടെ ഖബറിലേക്ക് അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. അങ്ങകലെ ലഖ്നൗവിലെ ഏതോ ഒരു ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് ബീഗം അമതുല്ല തസ്നീം റഹ്മത്തുല്ലാഹി അലൈഹ എന്ന വിശുദ്ധ വനിതയുടെ ഖബറിലേക്ക് ഇവിടെ കൂടിയ അവരെഴുതിയ ഈ നിന്നെക്കുറിച്ചുള്ള നല്ല വരികളിലൂടെ അള്ളാഹുവേ നീ ഇതൊരു സമ്മാനമായി അവരുടെ പരലോക ഗുണത്തിന് എത്തിച്ചു നൽകണമേ എന്ന് അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വിഷയത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന കാര്യത്തിൽ, ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ, സദഖ ചെയ്യുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിച്ചിരുന്ന ആ ഒരവസ്ഥയെപ്പോലെ നല്ല കാര്യത്തിന് വേണ്ടി മത്സരിക്കുവാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും സിദ്ദീഖ് മുമ്പിലാണ്, എപ്പോഴും സിദ്ദീഖ് മുമ്പനാണ്, എപ്പോഴും സിദ്ദീഖ് കൂടുതൽ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു തവണ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിചാരിച്ചു, ഈ തവണ അബൂബക്കർ സിദ്ദീഖിനെ പിന്നിലാക്കണം. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവനെന്ന ബഹുമതി എനിക്ക് നേടിയെടുക്കണം, അതിലൂടെ സ്വർഗത്തിൽ സ്ഥാനം കരസ്ഥമാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടു, നിങ്ങൾ ദീനിന് വേണ്ടി ദീനിൻ്റെ മാർഗത്തിലേക്ക് സംഭാവനകൾ നൽകുക, ദീനിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ധനം നൽകുക.
രണ്ടാളും വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം ചോദിച്ചു, ഉമറേ, നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ ഇത്തവണ പിന്നിലാക്കണമെന്ന ഉദ്ദേശത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എനിക്ക് ആകെയുള്ള സ്വത്തിൻ്റെ പകുതി ദീനിന് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി പകുതി മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ എന്ന് നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന് പഠിപ്പിച്ച രാഷ്ട്രീയ വിജിഗീഷുവേ, രാജ്യതന്ത്രജ്ഞതയുടെ മഹാ ഉദാഹരണമേ, ലോക നന്മയുടെ വലിയ ഒരു പ്രഭവ കേന്ദ്രമായി ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ വിലസിയോരേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തനിക്ക് ആകെ അല്ലാഹു നൽകിയതിൻ്റെ പകുതി അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി നീക്കിവെച്ചു റസൂലിൻ്റെ അടുക്കൽ. പിന്നീടാണ് സിദ്ദീഖിൻ്റെ ഊഴം. അബൂബക്കർ സിദ്ദീഖ് കടന്നു വരികയാണ്. നിഴലില്ലാത്ത റസൂലിൻ്റെ നിഴലായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിൻ്റെ റസൂലിന് നിഴലുണ്ടായിരുന്നില്ല. റസൂൽ സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവതാണ്. റസൂൽ നടന്നു പോകുമ്പോൾ നിഴല് കണ്ടിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ അത് റെക്കോർഡാക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏത് സാധനത്തിനും നിഴലുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണതിന് അപ്പുറത്ത് നിഴലുണ്ട്. മൈക്കിന് നിഴലുണ്ട്. വെളിച്ചം തട്ടുമ്പോൾ ഷാഡോ, ഒരു പ്രത്യേക ഛായ ഏത് സംഗതിക്കും വീഴും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിന് നിഴലുണ്ടായിരുന്നില്ല. കാരണം ഖുലിഖ്തു ബിനൂറില്ല, ഞാൻ അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നൂറിന് നിഴലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് റസൂലിന് നിഴലുണ്ടായിരുന്നില്ല. നിഴലില്ലാത്ത റസൂലിനൊരു നിഴലുണ്ടായിരുന്നെങ്കിൽ ആ നിഴലിൻ്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നിഴലില്ലെങ്കിലും നിഴല് പോലെ കൂടെ നടന്ന സിദ്ദീഖ്. ആ സിദ്ദീഖ് കടന്നു വന്നപ്പോൾ റസൂല് ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്താണ് കൊണ്ടുവന്നത്? ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് മറുപടി പറഞ്ഞു, എനിക്ക് അല്ലാഹു തന്നതെല്ലാം, എൻ്റെ സമ്പത്ത് മുഴുവൻ, എൻ്റെ സമ്പത്തിലൊന്നും ബാക്കി വെക്കാതെ പൂർണ്ണമായി ഇതാ റസൂലേ ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഞാനെല്ലാം കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റസൂല് തിരിച്ചു ചോദിച്ചു, അബൂബക്കറേ, നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ എന്ത് നിങ്ങൾ ബാക്കി വെച്ചു? മുഴുവൻ തന്നാൽ കുടുംബത്തിനെന്ത് ബാക്കിയെന്ന ലോകഗുരുവിൻ്റെ ചോദ്യത്തിന് ലോകഗുരുവിൻ്റെ മഹാനായ അനുയായി മറുപടി നൽകി, അല്ലാഹു വ റസൂലുഹു, എൻ്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. ഇതാണ് കൊടുക്കുന്നതിൻ്റെ സാമ്പിൾ. കൊടുത്ത ആർക്കും കുറയില്ല. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയാണ്, പടച്ചോൻ്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് ഇന്ന് ഒരാൾ ലോകത്ത് കുറഞ്ഞിട്ടില്ല. ബർക്കത്ത് ഇങ്ങനെ കൂടി വരും. അതാണ് ദീനിൻ്റെ സ്ഥിതി. ദീനിന് വേണ്ടി നൽകുന്നവൻ അള്ളാഹു ഒരിക്കലും കുറക്കുകയില്ല. അവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടേയിരിക്കും. ഈ വിശുദ്ധമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ മസ്ജിദിൻ്റെ കാര്യത്തിൽ പങ്കുവഹിക്കണം. സിദ്ദീഖിൻ്റെ മാതൃക, ഫാറൂഖിൻ്റെ മാതൃക, ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നാം നൽകണം. അവസാനം മരിച്ചു പോകണ നേരത്ത് ഇതൊക്കെ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മളെ വിഷയം എന്താണ്? ലോകാവസാനവും പരലോകവും ഒക്കെയാണ്. ലോകാവസാനവും പരലോകവും ഒക്കെയാണ് നമ്മുടെ ചർച്ച. അവിടെ എത്തിയാൽ അവസാനം പിന്നെ രക്ഷക്കുണ്ടാകുന്നത് ഇത് മാത്രമാണ്. സദഖ പരിചയാണ്. നാം നൽകുന്ന ദാനം നമുക്കെതിരെ വരുന്ന വെട്ടിനെ തടുക്കാനുള്ള ഒരു പരിചയാണ്. ഒന്നും നമ്മളെ ബാധിക്കില്ല. ഒരക്രമവും നമ്മെ ബാധിക്കില്ല. ഒരു ശത്രുവിനും നമ്മെ പിടികൂടാൻ സാധിക്കില്ല. നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന രക്ഷാ കവചമായി, രക്ഷാ പരിചയായി നമ്മുടെ കൂടെ സദഖയുണ്ടാവും. അതിനുവേണ്ടി സദഖയെ കാണേണ്ട ഗൗരവത്തോടെ നമ്മൾ കാണണം. സദഖയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സദഖയാണ് മസ്ജിദിന് വേണ്ടി നൽകുന്ന സദഖ. അള്ളാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടി നൽകുന്ന സദഖ. മസ്ജിദ് എന്ന വാക്കിൻ്റെ അർത്ഥം സുജൂദിൻ്റെ ഗേഹമെന്നാണ്, സുജൂദിൻ്റെ സ്ഥാനമെന്നാണ്. മസ്ജിദിന് വേണ്ടി നൽകുന്ന സദഖ സുജൂദിനെ നിലനിർത്താനുള്ള ദാനമാണ്. സുജൂദിനേക്കാൾ വിലപ്പെട്ട ഒരാരാധനാ രീതിയും ഒരു മതത്തിലും പഠിക്കാനോ കാണാനോ കഴിയില്ല. കാലുകൾ നിലത്തൂന്നണം, കാലിൻ്റെ മുട്ടുകൾ നിലത്തൂന്നണം, കയ്യിൻ്റെ പള്ള നിലത്തൂന്നണം, മൂക്ക് നിലത്തൂന്നണം, നെറ്റിത്തടം നിലത്തൂന്നണം. എന്നിട്ട് അള്ളാഹുവിനെ വാഴ്ത്തി പറയണം. അതാണ് സുജൂദ്. ആ സുജൂദിന്റെ സ്ഥാനം എന്നതുകൊണ്ടാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന് പേര് ലഭിക്കപ്പെട്ടിട്ടുള്ളത്. മസ്ജിദിനെ നാം സ്നേഹിക്കണം.
മസ്ജിദുമായി ബന്ധമുള്ളവന് നാളെ മഹ്ശറയുടെ എരിപൊരി കൊള്ളുന്ന ചൂടിൽ പോലും തണൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പരലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വശമാണ് മഹ്ശറ, മഹ്ശറയിലെ വിചാരണ. ആ മഹ്ശറയിലെ വിചാരണയിൽ സൂര്യൻ വന്ന് ഓരോ വ്യക്തിയുടെയും തലക്ക് മീതെ വന്നുദയം കൊള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മോട് താക്കീതായി പറഞ്ഞിരിക്കുകയാണ്. ചെയ്തു പോയ പാപത്തിന്റെ തോതനുസരിച്ച് മനുഷ്യർ വിയർപ്പിൽ കുളിക്കുന്ന ദിവസമാണത്. ചില ആളുകൾക്ക് നെരിയാണി വരെ വിയർപ്പ്, ചില ആളുകൾക്ക് കാലുമുട്ട് വരെ വിയർപ്പ്, ചില ആളുകൾക്ക് അര വരെ വിയർപ്പ്, ചില ആളുകൾക്ക് നെഞ്ചകം വരെ വിയർപ്പ്, വേറെ ചിലർക്ക് കഴുത്ത് വരെ, വേറെ ചിലർക്ക് മൂക്ക് വരെ, വേറെ ചിലർ വിയർപ്പിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങുകയാണ്. അങ്ങനെ ചെയ്തു പോയ പാപത്തിന്റെ തോതനുസരിച്ച് ആളുകൾ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ തണൽ കിട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ തണൽ കിട്ടുന്ന ആളുകൾ 7 വിഭാഗക്കാരാണ്. അള്ളാഹു ആ 7 കൂട്ടർക്ക് അവന്റെ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കും. ആ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയുമോ? റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ളവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം സിദ്ധാന്തിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഏറ്റവും വലിയ അളവുകോൽ, ഏറ്റവും വലിയ മാനദണ്ഡം സാമ്പത്തികം തന്നെയാണ്, കാശാണ്. കാശുമ തൊട്ട് കളിക്കുമ്പോഴാണ് ആളുകളുടെ സ്നേഹവും ആളുകളുടെ ത്യാഗവും ആളുകളുടെ കൂറും ആളുകളുടെ അടുപ്പവും ആളുകളുടെ അകൽച്ചയും ആളുകളുടെ സത്യസന്ധതയും ആളുകളുടെ കാപട്യ മനസ്ഥിതിയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുക. ആളുകളുടെ കാശിന്മേൽ, അവരുടെ കീശമേൽ തൊട്ട് കളിക്കുമ്പോഴാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഓനേറ്റ് 10 ഉറുപ്പിക കൊണ്ട് കളിച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നല്ല വർത്തമാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനങ്ങൾ അങ്ങേയറ്റം യുക്തിപരമാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സമ്പത്തുമ തൊടുമ്പോഴാണ് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി അറിയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് പിരിയാൻ പോകുമ്പോൾ നൽകിയ വസിയ്യത്തിൽ ആദ്യമായി നമ്മോട് പറഞ്ഞത് 5 വക്ത് നമസ്കാരത്തിൻ്റെ കാര്യമാണ്. ഞാൻ ഈ സദസ്സിൽ എടുത്തു പറയുന്നത് നമ്മുടെ മക്കളെയും നമ്മുടെ ഇളയവരെയും ദീനിൽ ഉറപ്പിച്ചു നിർത്താനും അവരെ നമസ്കാരത്തിൽ ഉറപ്പിച്ചു നിർത്താനും നിങ്ങൾക്കും എനിക്കും ബാധ്യതയുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആ സ്നേഹം കാണിക്കേണ്ടത് അവർക്ക് നല്ലത് തിന്നാൻ കൊടുത്തിട്ടില്ല, അവരെ തടി കൂട്ടിയിട്ടല്ല, അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പരിശ്രമിച്ചിട്ടാണ്. മക്കളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാത്ത എത്ര പിതാക്കളുണ്ട്. മക്കൾക്ക് നല്ല നല്ല സാധനം വാങ്ങിക്കൊടുക്കും, തിന്ന് തടി കൂട്ടട്ടെ. മക്കളുടെ ആത്മാവ് തകർന്നു പോവുകയാണ്. അത് ഈ പിതാക്കൾ അറിയുന്നില്ല. മക്കൾ ശൈത്താന്റെ വലയിൽ അകപ്പെട്ടു പോവുകയാണ്, അതറിയുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ സഹോദരന്മാരോട്, നിങ്ങൾക്കൊരു വലിയ നിധി കിട്ടി. നിങ്ങൾക്കൊരു വലിയ നിധി കിട്ടിയാൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായി ആ നിധി പങ്കുവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? ആഗ്രഹിക്കും. അവരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ. നിങ്ങളൊക്കെ നാളെ സ്വർഗത്തിലും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നരകത്തിലും പോയി കിടക്കുന്ന ആ കാഴ്ച എൻ്റെ സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് സത്യത്തിൽ അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ദീനിയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ പോലും കുടുംബത്തിലെത്തി നോക്കിയാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ സ്ഥിതി, നിസ്കാരത്തിൻ്റെ കാര്യത്തിലും മറ്റും പെണ്ണുങ്ങൾക്കുള്ള ശ്രദ്ധക്കുറവ് ഇന്നൊരു വലിയ വിഷയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ അധികം ആളുകളും തറാവീഹ് നമസ്കരിക്കുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിലെ എത്ര സ്ത്രീകൾ ഈ റമദാൻ മാസത്തിൽ തറാവീഹ് നമസ്കരിക്കാറുണ്ട്? ഞാൻ എൻ്റെ സഹോദരന്മാരുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താ അവർക്ക് തറാവീഹിന്റെ പുണ്യം വേണ്ടേ? അവർക്ക് റമദാൻ മാസത്തിന്റെ പുണ്യം വേണ്ടേ? നിങ്ങൾക്ക് പോയിരിക്കാൻ സ്വർഗവും അവർക്ക് പോയി കിടക്കാൻ നരകത്തിലെ അഗ്നിയുമാണെന്നാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? എങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കാത്തവരാണ്. അവരോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടാൻ പോണ നിധി നിങ്ങൾ അവർക്കും ഒരു പങ്ക് ഓഹരി വെച്ച് കൊടുക്കൂ. നാളെ സ്വർഗത്തിൽ പരലോകം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗം ചർച്ച ചെയ്യാനുണ്ട്. സ്വർഗത്തിൽ ഹൂറുലീങ്ങളായ സ്ത്രീകളെ ലഭിക്കുമെന്ന് പറഞ്ഞിടത്ത് ഭൂമിയിലെ ഭാര്യമാരെയും അവിടെ ലഭിക്കുമെന്ന് പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, അതിൽ ഏത് സ്ത്രീകളായിരിക്കും മെച്ചം എന്ന് ചോദിച്ചു. ഹൂറുലീങ്ങളായിരിക്കുമോ മെച്ചം, അതോ ഭൂമിയിലെ സ്ത്രീകളായിരിക്കുമോ മെച്ചം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു. റസൂലിൻ്റെ മറുപടി, ഒരു വിരിപ്പിൻ്റെ മുകൾ ഭാഗം എത്ര മെച്ചപ്പെട്ടതാണോ അടിഭാഗം എത്ര മെച്ചപ്പെട്ടതാണോ അതുപോലെയുള്ള വ്യത്യാസമായിരിക്കും ഈ 2 കൂട്ടർക്കും ഇടയിൽ ഉണ്ടാവുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്തുകൊണ്ടും ഭൂലോകത്തെ സ്ത്രീകളായിരിക്കും മെച്ചം. കാരണം അവർ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടിയവരാണ്. സ്വർഗത്തിൽ പടക്കപ്പെട്ട ഹൂറുലീങ്ങൾ റുകൂഅ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല,
സുജൂദ് ചെയ്തിട്ടുണ്ടായിരിക്കയില്ല, നമസ്കാരങ്ങൾ ഒരുപാട് നിർവഹിച്ചിട്ടുണ്ടായിരിക്കയില്ല. അള്ളാഹു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവന്റെ അടിയാറുകളായ മുഅ്മിനീങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത അത്ഭുത രൂപങ്ങളും അത്ഭുത ശരീരങ്ങളുമാണ് ഹൂറുൽ ഈങ്ങൾ. പക്ഷേ മറ്റുള്ളവരുടെ സ്ഥിതി അതല്ല. ഭൂലോകത്തുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി അത്ഭുതകരമാണ്. അവർ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അതിലൂടെ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുത്ത് ആ സ്ഥാനങ്ങളിലൂടെ വലിയ വലിയ പദവികളെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് മഹത്വം എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുന്നതോടൊപ്പം നമ്മളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. അതിനുവേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കണം. നമ്മുടെ മക്കളെയും ഭാര്യമാരെയും നരകത്തിൻ്റെ അഗ്നികുണ്ഡത്തിലേക്ക് തള്ളി വീഴ്ത്തിയിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണമെന്ന് സഹോദരന്മാരെ ഒരിക്കലും ആഗ്രഹിച്ചു പോകരുത്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്വർഗത്തിലേക്ക് അവരെയും കൈപിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് സയ്യിദുനാ വനബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം നമ്മെ ഉണർത്തിയിരിക്കുകയാണ്. നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണേ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കായി നൽകിയിട്ടുള്ള താക്കീത്. കുടുംബത്തെ സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കണം. വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സദസ്സിൻ്റെ ഒരു അഭിപ്രായം ഒരു കാര്യത്തിൽ എനിക്ക് ആരായേണ്ടതുണ്ട്. അതായത് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യാം. നമ്മൾ തമ്മിൽ ഇടയ്ക്ക് ഭിത്തിയോ തിരശ്ശീലയോ ഒന്നുമില്ലല്ലോ, നമ്മളൊന്നാണ്. അതുകൊണ്ട് നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത് അതാണ് എൻ്റെ ആഗ്രഹം. ഈ വിഷയം ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ദിവസം തീർക്കാൻ പ്രയാസമാണ്. ഞാൻ ഇന്നലെ തന്നെ അത് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ നമ്മൾ മരണം മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. പരലോകമെന്ന വിഷയത്തിൽ ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ കുറിച്ച് വച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ഇന്നത്തെ ഒരു മുഖവുര. രണ്ട്, പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയാണ് ജീവനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം. ഭൂമി കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ജീവനുണ്ടോ? അതിൽ ഖുർആൻ എന്തെങ്കിലും പറയാനുണ്ടോ? സയൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റൊരു കാര്യം, ഭൂമി തകരും ഖിയാമത്ത് നാളിൽ. ഈ ഭൂമിയുടെ തകർച്ച ഖുർആനിൽ എങ്ങനെ പറയുന്നു, സയൻസിൽ എങ്ങനെ പറയുന്നു? വേറെ ഒരു സംഗതി, ഖിയാമത്ത് നാൾ വരുമ്പോൾ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് ആധുനിക ശാസ്ത്രം എന്ത് പറയുന്നു? ഭൂകമ്പങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറെ ഒരു സംഗതി, ഖിയാമത്ത് നാൾ വരുമ്പോൾ മനുഷ്യൻ ഭൂമി വിട്ട് ശൂന്യാകാശത്തിലേക്ക് പോകാൻ ശ്രമിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മോഡേൺ സയൻസിന് വല്ലതും പറയാനുണ്ടോ? സൂര്യൻ തകരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ സൂര്യൻ തകരുമെന്ന് ശാസ്ത്രവും പറയുന്നു. ഈ രണ്ട് തകർച്ചകളുടെയും സ്വഭാവത്തിൽ വല്ല ഐക്യവും കാണാൻ കഴിയുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഖിയാമത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ റസൂൽ എന്ത് പറയുന്നു എന്ന് നോക്കണം. ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ. പിന്നെ ഖിയാമത്ത് നാളിൻ്റെ കാലഗണന അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കിടക്കുന്ന രഹസ്യമാണ്. പക്ഷെ അതിൻ്റെ അടയാളങ്ങളെ വെച്ചുകൊണ്ടുള്ള പരിശോധന നടത്തണം. പിന്നെ മഹ്ശറയെക്കുറിച്ച് ചർച്ച ചെയ്യണം. മഹ്ശറയിൽ മീസാൻ എന്ന തുലാസിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അതിനുശേഷം സിറാത്ത് എന്ന പാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്ന വിഷയം, അതിൻ്റെ ഉപക്രമം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. മരണം ചർച്ച ചെയ്തു. അടുത്തതായിട്ട് ഇതിൻ്റെ പാർശ്വവശങ്ങളായി വരുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. കാലാകാലങ്ങളായിട്ട് ലോകത്ത് സംഘട്ടനം നടന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് പരലോക വിശ്വാസവും ഒന്ന് പരലോക നിഷേധവും എന്നെൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. പരലോകമുണ്ട് എന്ന് പറയാൻ 1.25 ലക്ഷം അമ്പിയാ മുർസലീങ്ങൾ ഈ ലോകത്തേക്ക് വന്നു. എന്നാൽ പരലോകമില്ലെന്ന് പറയാനും പരലോകത്തെ നിഷേധിക്കുവാനും അവരുടെ ശത്രുക്കൾ അടിക്കടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്ന് എൻ്റെ സഹോദരന്മാർക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് കാലാകാലമായി ലോക ചരിത്രത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ആ വലിയ സംഘട്ടനം, ആ സംഘട്ടനത്തിൻ്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരലോകമുണ്ട് എന്നൊരു കൂട്ടർ, പരലോകമില്ല എന്നൊരു കൂട്ടർ. ഫിറഔന്മാര്, അബൂജഹലുമാര്, ഉത്ബത്തുമാര്, ശൈബത്തുമാര് അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പരലോകമില്ല എന്നാണ്. നമ്രൂദുമാര് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. എന്നാൽ പരലോകമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നു.
सतीज़ का रहा है अज़ल से तामुरोज़ के चराग मुस्तफवी से शरारे बुलहबी. കാലാകാലങ്ങളായി ഒരു സംഘട്ടനം ലോകത്തരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാമാ ഇക്ബാലിന്റെ മധുരമൊഴിയിലൂടെയുള്ള മനോഹരമായ കവിതയാണ് സതീസ കാ റഹാ ഹേ അസൽ സെ താമുറോസ്. പ്രപഞ്ചത്തിന്റെ ആരംഭം മുതലേ ഒരു മഹാസംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നു. കചറാഗെ മുസ്തഫവി സേ ശറാറെ അബൂലഹബി. മുസ്തഫാന്റെ വിളക്ക് ഇവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അബൂലഹബിന്റെ ഷർറ് ആ വിളക്കുമായി ഏറ്റുമുട്ടാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്ത് അബൂലഹബിന്റെ തിന്മ, മറുഭാഗത്ത് മുസ്തഫാന്റെ നന്മ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോക ചരിത്രത്തിൽ പണ്ടേ മുതൽ തുടങ്ങിയ സംഘട്ടനമാണ്. ഈ സംഘട്ടനത്തിൽ അബൂലഹബ് മാത്രമല്ല, അബൂലഹബിന്റെ ഭാഗത്ത് നമ്രൂദുണ്ട്, ഫറോവയുണ്ട്, ഖാറൂനുണ്ട്, ഹാമാനുണ്ട്, ഒരുപാട് ദൈവശത്രുക്കളുണ്ട്. മറുഭാഗത്ത് പ്രവാചകന്മാരുണ്ട്, സിദ്ദീഖുകളുണ്ട്, ശുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഈ ഏറ്റവും വലിയ സംഘട്ടനത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം തൗഹീദാണ്. അള്ളാഹുവിന്റെ ഏകത്വം. അള്ളാഹു ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ആ അള്ളാഹുവിന്റെ സ്വഭാവം എന്താണ്? ഇതാണ് തൗഹീദിന്റെ വിഷയം. ഈ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്തഫാന്റെ വിളക്കും അബൂലഹബിന്റെ ഷർറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയമാണ് പരലോകം. ഈ പരലോകം സ്ഥാപിക്കുവാൻ വേണ്ടി എത്രയെത്ര സമരങ്ങൾ, എത്രയെത്ര സംഘട്ടനങ്ങൾ, എത്രയെത്ര സംഘർഷങ്ങൾ, എത്രയെത്ര മഹാത്യാഗത്തിന്റെ പരിശ്രമങ്ങൾ ഈ ലോകത്തുണ്ടായി. അങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ കഥ പറയുന്ന ദിവസമാണ് ഈ പരിശുദ്ധമായ റമളാന്റെ 17. ബദറിന്റെ ഓർമ്മകളുമായി കടന്നു വരുന്ന 17. ആമിന ബീവിയുടെ മുത്തുമോൻ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ മരിക്കാത്ത ഓർമ്മകൾ അറേബ്യയുടെ മരുഭൂമി മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിലെ ആയിരക്കണക്കിനല്ല കോടാനുകോടി ഹൃദയതലങ്ങളിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭൂതി, ബദറിന്റെ അനുഭൂതി. ലോകത്തിന്റെ ചരിത്രത്തിൽ, ധർമ്മ സംരക്ഷണത്തിന്റെ ചരിത്രത്തിൽ, ധർമാധർമ്മ സംഘട്ടനത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പരിശുദ്ധ ബദറിന്റെ ഓർമ്മകൾ. ആ ബദറിന്റെ ദിവസത്തിൽ തന്നെ ആകണമെന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ യോഗത്തിന് ഡേറ്റ് കുറിച്ചപ്പോൾ റമദാൻ 17 നിശ്ചയിച്ചതിന്. അതുകൊണ്ട് ബദറിനെ കുറിച്ച് പറയുക എന്നതും കൂടി നമ്മുടെ വിഷയത്തിന്റെ ഒരു താല്പര്യമാണ്. അത് ഒരു വിഷയത്തിന്റെ ഒരു ഭാഗം ആയി പരിഗണിക്കപ്പെടാൻ പോലും യോഗ്യതയുള്ളതാണ്. ബദർ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. കേവലം 313 ആയിരങ്ങളോട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ചതിന് ലോക ചരിത്രത്തിൽ വേറെ ഉദാഹരണങ്ങളില്ല. അള്ളാഹുവിൻ്റെ റസൂല് മക്കത്ത് ജീവിച്ചു കൊണ്ടിരിക്കെ, തൗഹീദിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കെ, ശത്രുക്കൾ സകലമാന അടവുകളും പയറ്റി, 18 അടവും പയറ്റി ഈ വിളക്ക് ഊതിക്കെടുത്താൻ ശ്രമിച്ചു. വിളക്കണഞ്ഞു പോയില്ല, വിളക്ക് കത്തിക്കൊണ്ടേയിരുന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയത്തിന് വേണ്ടി സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക്, യസ്രിബ് എന്നറിയപ്പെട്ട മദീനയിലേക്ക് പലായനം ചെയ്തു. അതാണ് ഹിജ്റ. ഹിജ്റ കഴിഞ്ഞവിടെ ഇസ്ലാമിന്റെ രാഷ്ട്രം, ഇസ്ലാമിന്റെ സമൂഹം, ഇസ്ലാമിന്റെ ധർമ്മം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ നയം, ഇസ്ലാമിന്റെ സാമ്പത്തിക നയം, ഇസ്ലാമിന്റെ സാമൂഹിക നയം, ഇസ്ലാമിന്റെ സാംസ്കാരിക നയം, ഇസ്ലാമിന്റെ വ്യക്തിജീവിത പരിഷ്കാരം, ഇസ്ലാമിന്റെ കുടുംബജീവിത സംവിധാനം, ഇതൊക്കെ പരിശുദ്ധ പ്രവാചകൻ എന്ന ലോകവിപ്ലവകാരിയുടെ വിശുദ്ധ കരങ്ങളുടെ പരിപക്വമായ കരപരിലാളനയിലൂടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കെ ആ മഹാസംവിധാനത്തെ തകർക്കാൻ മക്കയിലെ ഖുറൈശികൾ മദീനയിലേക്കും എത്തി. അവിടെയും ശല്യം ചെയ്തു. സ്വന്തം നാട്ടിൽ ശല്യം കൊടുത്തവർ, സ്വന്തം നാട്ടിൽ ഉപദ്രവിച്ചവർ, നാട് കടത്തിയവർ, കല്ലെറിഞ്ഞവർ, ഉപദ്രവിച്ചവർ, അന്നം കൊടുക്കാതെ അന്നം മുടക്കി ബഹിഷ്കരിച്ചവർ, ഇതെല്ലാം ചെയ്ത ആളുകൾ മദീനയിലെത്തിയപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും വിടുന്നില്ല എന്ന അവസ്ഥ വന്നു. പിന്നെയും കഷ്ടപ്പെടുത്തി. അങ്ങനെ ഒടുക്കം ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വയം രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞു, ഇനി നിങ്ങൾ പ്രതിരോധിക്കുക, ഇനി ആയുധമെടുക്കുക, ഇനി പടവെട്ടുക. അതാണ് പരിശുദ്ധമായ ബദർ. അള്ളാഹുവിൻ്റെ റസൂലിന് വിവരം ലഭിക്കുകയാണ്. അബൂ സുഫിയാൻ ഒരു കച്ചവട സംഘവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിവരം ലഭിച്ച പാടെ അള്ളാഹുവിൻ്റെ റസൂല് പുറപ്പെടുകയാണ്. നീണ്ടു കിടക്കുന്ന ആ മഹാസംഭവം ഒരു കൊച്ചു സംഭവമാക്കി വളരെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാൻ മാത്രമേ നമ്മുടെ പരലോക വിഷയമെന്ന വിശാലമായ വിഷയത്തിൻ്റെ ഈ ചർച്ചക്കിടയിൽ നമുക്ക് സമയമുള്ളൂ. ഒരു ബർക്കത്തിന് വേണ്ടി മാത്രമാണ് ബദറിൻ്റെ കാര്യം ഇവിടെ ഓർത്തു പോകുന്നത്. ബർക്കത്തിന് വേണ്ടി. ഇന്നത്തെ രാത്രി ഇവിടെ കൂടിയിട്ട് ബദറിനെ കുറിച്ച് പറയാതെ പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപരാധമായിരിക്കും. അതുകൊണ്ട് പറയാം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബദറിൽ അല്ലാഹുവിൻ്റെ റസൂല് തമ്പടിച്ചിരിക്കുകയാണ്. കുറച്ചപ്പുറത്ത് ശത്രുക്കളും തമ്പടിച്ചിരിക്കുകയാണ്. ബദറിൽ അല്ലാഹുവിൻ്റെ റസൂല് താമസം കൊള്ളാനൊരു സ്ഥലം തിരഞ്ഞെടുത്തു. ഒരു സഹാബി റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, എത്രേ റസൂലേ, നിങ്ങൾ തീർച്ചപ്പെടുത്തിയ ഈ സ്ഥലം അത് അല്ലാഹു അറിയിച്ചു തന്നതാണോ അതോ നിങ്ങളെ സ്വന്തം അഭിപ്രായമാണോ? റസൂലിനോടൊരു സഹാബി ചോദിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഇവിടെ തന്നെ നിന്നിട്ട് യുദ്ധം ചെയ്താലാണ് കൂടുതൽ വിജയം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു തന്നതാണോ അതോ ആമിന ബീവിയുടെ മകൻ എന്ന നിലക്കുള്ള സ്വന്തം അഭിപ്രായമാണോ? ഒരു സഹാബി വളരെ സരസമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു. റസൂലാകട്ടെ, നേതാവ് എങ്ങനെ, അനുയായി എങ്ങനെ ഇതെന്നൊക്കെ വേണം പഠിക്കാൻ. ഇതെന്ന് വേണം പഠിക്കാൻ, നേതാവ് എങ്ങനെ പെരുമാറണം, അനുയായി എങ്ങനെ പെരുമാറണം. അവനാരാ എന്നോട് ചോദ്യം ചോദിക്കാനെന്നായിരുന്നില്ല റസൂലിൻ്റെ മറുപടി. പ്രവാചകനായി വന്ന ഒരു ലോകഗുരു ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന അനുയായിയോ കടക്കടാ പുറത്ത് എന്നായിരുന്നില്ല റസൂലിൻ്റെ മറുപടി. റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്, വേറെ വല്ലതും പറയാനുണ്ടോ? ഉടൻ തന്നെ ഈ സഹാബി പറഞ്ഞു, യുദ്ധത്തിൻ്റെ വിജയത്തിന് ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, വെള്ളത്തിൻ്റെ സൗകര്യവും അവിടെ കൂടുതലാണ്. ഉടൻ തന്നെ ലോകത്തിൻ്റെ ഗുരു, വിശ്വത്തിൻ്റെ അധ്യാപകൻ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ആ അഭിപ്രായം സ്വീകരിക്കുകയും ആദ്യത്തെ സ്ഥലത്ത് തമ്പടിക്കാൻ തീർച്ചപ്പെടുത്തിയ തിരുമേനി ആ തീരുമാനം മാറ്റി ഈ സഹാബിയുടെ അഭിപ്രായം മാനിച്ച് രണ്ടാമത്തെ സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഏത് ചെറിയ ആളിൽ നിന്നും ഒരു പക്ഷേ വലിയൊരു കാര്യം പഠിക്കാണ്ടാവും. അതാണ് ലോക ചരിത്രം. റസൂലാണ് ഞാൻ പറഞ്ഞതിനെതിരെ പറയാൻ ഇവനാരെന്നല്ല പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധത്തിന് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തിയ സ്ഥലം ഒരു സഹാബി തിരുത്തിക്കുക. അതാണ് നേതാവ് ചെയ്യേണ്ടത്. നേതാവിൻ്റെ യോഗ്യത അവിടെ കാണേണ്ടത്. റസൂൽ ഒരു യഥാർത്ഥ നേതാവ് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു. അതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാം, ഞാൻ കേൾക്കാം. അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചോളാം, ഞാനത് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സർവാധിപത്യ ഏകാധിപത്യ തറവാടിത്ത മനസ്ഥിതി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. റസൂലിൻ്റെ ചരിത്രത്തിലില്ല, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രത്തിലില്ല, ഔലിയാക്കളുടെ ചരിത്രത്തിലില്ല, സിദ്ദീഖുകളുടെ ചരിത്രത്തിലില്ല, ആരിഫീങ്ങളുടെ ചരിത്രത്തിലില്ല, ആലിമീങ്ങളുടെ ചരിത്രത്തിലില്ല. യഥാർത്ഥ മുഖ്ലിസീങ്ങളായ ഉമറാക്കളുടെ നേതാക്കളുടെ ചരിത്രത്തിലും അത് കാണുവാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയാണ്. അതാ ബദറിന്റെ രണാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു വലിയ സംഭവം അവിടെ അരങ്ങേറാൻ പോവുകയാണ്. റമദാനിന്റെ 17 ആയുധമില്ലാത്ത ആളുകൾ വെറും രണ്ടേ രണ്ട് കുതിരകളോടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംഘം യുദ്ധത്തിന് വരുന്നത്. അപ്പുറത്തതാ ആയിരങ്ങൾ, ഒരുപാട് ഒട്ടകങ്ങൾ, ഒരുപാട് കുതിരകൾ, അംഗരക്ഷകന്മാരുടെ സേന, കാലാൾപ്പട, കുതിരപ്പട, അമ്പെയ്ത്ത് സേന എല്ലാം അടങ്ങിയ സർവായുധ വിഭൂഷിതരായ ഖുറൈശി സൈന്യവുമായി ആയിരങ്ങളുമായി ഏറ്റുമുട്ടാൻ കേവലം 313 പേരാണ്. ആ 313 നേതൃത്വം കൊടുക്കുന്ന ആളാരാണ്? പിന്നെന്താ, യുദ്ധം ചെയ്തൂടെ? 313 പോയി നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പേടിക്കണോ? അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ബദറിൻ്റെ മൈതാനിയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ്. അത് വായിക്കുമ്പോൾ ഉൾക്കിടലുണ്ടാവും. സഹാബികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാ, ഇവിടെ വെച്ച് ഇന്നാലിന്ന ഖുറൈശി നേതാവ് കൊല ചെയ്യപ്പെടുമെൻ്റെ സഹാബത്തെ. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് റസൂല് വേറെ ഒരു സ്ഥലത്ത് ആംഗ്യം കാണിക്കുന്നു. ഇവിടെ മറ്റോൻ കൊല ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അമ്പിളി തിങ്കൾ കല പോലെ തിളങ്ങിയ ലോകത്തിന്റെ ഗുരുവായ ചന്ദ്രബിംബം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഇതാ ഇവിടെ മറ്റവൻ മരിച്ചു കിടക്കേണ്ട സ്ഥലമാണ്, ഇത് അബൂജഹൽ മരിക്കേണ്ട സ്ഥലമാണ്, ഇത് ഉത്ബത്തിന്റെ സ്ഥലമാണ്, ഇത് ശൈബത്തിന്റെ സ്ഥലമാണ്, അത് വലീദിന്റെ സ്ഥലമാണ്. ഇവരൊക്കെ കൊല ചെയ്യപ്പെടുമെന്ന് സഹാബത്ത് ബോധ്യപ്പെടുകയാണ്. യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. 313 അപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? വെറും പാവങ്ങളായ 313. അവരോടെതിരിടാൻ ആയിരങ്ങൾ. ഈ ആയിരങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഈ 313 ജയിക്കുമെന്ന് മാത്രമല്ല, അവരുടെ തലവന്മാരായ വില്ലാളി വീരന്മാർ, ഖുറൈശി പ്രമുഖന്മാർ, പ്രമാണിമാർ, നാട്ടുതലവന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ കൊല ചെയ്യപ്പെടുമെത്രേ. കൊല ചെയ്യപ്പെടുമെന്ന സ്ഥലം പോലും ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ പിന്നാലെ യുദ്ധം ചെയ്യാൻ വിശ്വാസികൾക്ക് മടി കാണിക്കേണ്ടതുണ്ടോ? ഒരു ഉറുദു കവി ബദർ യുദ്ധത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിതയിൽ പറയുന്നുണ്ട്,
റമദാൻ മാസത്തിൽ ശരിക്കും നോമ്പ് നോൽക്കാൻ പോലും ആഹാരം കിട്ടാതെ അത്താഴം കഴിക്കാൻ പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ട് കല്ലുകൊണ്ട് വയറ് നേരെ നിൽക്കാൻ വെച്ച് കെട്ടിയ പാവങ്ങൾ 313 പാവങ്ങൾ. കയ്യിൽ ആയുധമില്ല, ചെരുപ്പ് ധരിക്കാനില്ലാഞ്ഞിട്ട് ചുട്ടുപഴുത്ത മണൽ ആരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോയിട്ട് ചുട്ടുപഴുത്ത മണലിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ കാലിന് പൊള്ളൻ കെട്ടിയിരിക്കുകയാണ്. ആ ഉറുദു കവി അതിങ്ങനെ വരച്ച് കാണിക്കുന്നത് കണ്ടാൽ ബദരീങ്ങൾ പോണ മാതിരി തോന്നിപ്പോകും. അതാണ് യഥാർത്ഥ കവിയുടെ ശക്തി. ബദരീങ്ങളാ പോണ മാതിരി ആ കവിത കേൾക്കുന്നവന് തോന്നിപ്പോകും. കാലിൽ പൊള്ളം കെട്ടിക്കൊണ്ട് കാല് വേച്ച് നടന്നുകൊണ്ട് മരുഭൂമിയിലൂടെ അവർ നീങ്ങുകയാണ്. പക്ഷേ അവരുടെ നേതാവാരെന്നറിയുമോ? സാലാർ ദോ ജഹാ ഹേ സാലാർ ഉൻകാ. അവരുടെ നായകൻ 2 ലോകത്തിൻ്റെയും നായകനാണ്. ദുനിയാവിൻ്റെ മാത്രം നായകനല്ല, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നായകനായ ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ നായകത്വത്തിലാണ്, നേതൃത്വത്തിലാണ് ഈ സംഘം മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂല് മുന്നോട്ട് നീങ്ങി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു യുദ്ധക്കളത്തിലേക്ക്. അപ്പോൾ ഒരു കുട്ടി ഓടി വന്നുകൊണ്ട് ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കുട്ടിമല്ലേ തൻ്റെ കാലിൻ്റെ വിരലുകളിന്മേൽ ഊന്നിക്കൊണ്ട് ഉയരം കൂട്ടാൻ ശ്രമിക്കുന്നു. ഉമൈർ അബൂ വക്കാസിൻ്റെ മകനാണ്. ആ ഉമൈറിൻ്റെ ജ്യേഷ്ഠനാണ് സഅദ്. കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ മരുഭൂമിയിൽ ഈ കുട്ടിയോട് ജ്യേഷ്ഠൻ ചോദിക്കുന്നു, എന്തടാ നീ ഇങ്ങനെ കളിക്കുന്നത്? ഉടൻ തന്നെ കുട്ടി പറയുകയാണ്, എൻ്റെ ഇക്കാക്ക അറിയണോ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഷഹീദാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ബദറിലൂടെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്നു. പരലോകം എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ ബദരീങ്ങളെ പറ്റി പറഞ്ഞാൽ മതി. സ്വർഗമുണ്ട് എന്നങ്ങട്ട് ഉറപ്പായ ആളുകളായിരുന്നു അവർ. അതൊരു കുട്ടിക്ക് പോലും അള്ളാഹുവിൻ്റെ റസൂല് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇവിടെ മരിച്ചാൽ സ്വർഗത്ത് പോയിരിക്കാം എന്ന യഖീൻ, എന്ന കൺവിക്ഷൻ, എന്ന കൺഫർമേഷൻ അതുണ്ടാക്കുന്നതിൽ അള്ളാഹുവിൻ്റെ റസൂല് നേടിയ വിജയം. അതാണ് ഈ മഹാസംഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, സഹോദര, നീ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പ്രായമായിട്ടില്ല. ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ എൻ്റെ വലിപ്പക്കുറവ് കൊണ്ട് എനിക്ക് പ്രായമില്ലെന്നതിൻ്റെ പേരിൽ എന്നെ അള്ളാഹുവിൻ്റെ റസൂല് തിരസ്കരിക്കുമോ? അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഉയരം കൂട്ടാൻ ശ്രമിക്കുന്നതെന്ന് ജ്യേഷ്ഠനോട് അനുജൻ പറയുന്നു. പറഞ്ഞ പോലെ റസൂൽ ആ കുട്ടിയെ മാറ്റി നിർത്തുന്നു. പക്ഷെ ആ കുട്ടി വന്നുകൊണ്ട് കരയുകയാണ്, റസൂലേ, യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള എൻ്റെ ആഗ്രഹം തടയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? എനിക്കും വേണ്ടേ ഈ സൗഭാഗ്യം, എനിക്കും വേണ്ട ഈ മഹത്തായ സംഗതിയിലൊരു പങ്ക്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിലപിച്ച് പറയവേ അള്ളാഹുവിൻ്റെ റസൂൽ ആ കുട്ടിക്ക് പ്രവേശനം നൽകി. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൊടിയേൽപ്പിക്കുന്നു. മുഹാജിരീങ്ങളുടെ കൊടിയതാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അൻസാരികളുടെ കൊടി അൻസാറുകളുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖ സഹാബിയെ ഏൽപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ആദ്യത്തെ ഇസ്ലാമിൻ്റെ പതാക മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നു. ഇനി യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നടക്കൂ നടക്കൂ, സ്വർഗത്തിലേക്ക് നടക്കൂ. തൻ്റെ സഹാബികളോട്, വെറും 313 ലോകഗുരു പറയുകയാണ്, അവരെ കൂടെ 300 ഇല്ല, അവരെ കൂടെ വേറെ ഒരു 300 ഇല്ല, ആയിരങ്ങളില്ല, അവരുടെ കൂടെ ലക്ഷങ്ങളില്ല, കോടിയില്ല. ഇന്ന് ലോകത്ത് മുസ്ലിം ജനസംഖ്യ 100 കോടിയാണ്. 100 കോടി മുസ്ലിം ജനസംഖ്യയുണ്ടായിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ ഈ 100 കോടിയെ കൊണ്ട് സാധിക്കുന്നില്ല. 42 അറബ് രാജ്യങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് 42 അറബ് രാജ്യങ്ങളൊന്ന് ശ്വാസം വിട്ടാൽ അതിൽ പറന്നു പോകാൻ മാത്രമുള്ള ജഹൂദ രാഷ്ട്രമായ ധിക്കാരം കാട്ടുന്ന ഇസ്രയേൽ ഇന്നും അറബി രാഷ്ട്രങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുകയാണ്. അറബികൾ ഒന്നിച്ച് മൂത്രമൊഴിച്ചാൽ ചപ്പ് ചവറ് പോലെ അതിലൂടെ ഒലിച്ചു പോകാൻ മാത്രമുള്ള യഹൂദ വഞ്ചക രാഷ്ട്രം ലോകത്ത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ പല്ലൊലിച്ച് കാണിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുകയാണ്. ആ ബദറിന്റെ ഇസ്സത്ത് മറന്നുപോയ അറബ് ലോകത്തിന്റെ മുമ്പാകെ 20-ാം നൂറ്റാണ്ടിന്റെ മക്കൾക്ക് ഉയർത്താനുള്ള കൊടി ബദറിന്റെ ഓർമ്മയുടെ പതാകയായിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് 100 കോടിയുടെ, ഇന്നത്തെ 100 കോടിയുടെ നായകൻ അന്ന് ഒറ്റക്ക് നിന്നുകൊണ്ട് തൻ്റെ സഹാബികളോട് സംസാരിക്കവേ അവിടെ 100 കോടിയില്ല, അവിടെ 313 സംസാരിക്കവേ ആ റസൂലിൻ്റെ കൂടെ സംരക്ഷിക്കാൻ ലക്ഷങ്ങളില്ല, ആയിരങ്ങളില്ല. പക്ഷെ ആ വാക്കിൻ്റെ ധൈര്യമൊന്ന് കേൾക്കണേ സഹോദര. നടക്കൂ നടക്കൂ, സ്വർഗത്തിലേക്ക് നടക്കൂ.
നടക്കൂ നടക്കൂ സ്വർഗത്തിലേക്ക് നടക്കൂ, നടക്കൂ സ്വർഗത്തിലേക്ക് നടക്കൂ. ആ സ്വർഗം ഈ ആകാശഭൂമികളേക്കാൾ വലിപ്പമുള്ളതാണ്. റസൂല് ബദരീങ്ങളോട് ബദറിന്റെ മരുഭൂമിയിൽ വെച്ച് പറയുകയാണ്, ആകാശഭൂമികളേക്കാൾ വലിപ്പമുള്ളതാണ്. പരലോകത്തിന്റെ ചർച്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണിത്, സ്വർഗത്തിന്റെ വലിപ്പം. ഖുർആൻ പറയുന്നത് കഅർളി സമാവാതി വൽ അർളി എന്നാണ്. ആകാശങ്ങളും ഭൂമിയും കൂട്ടി അത്ര വലിപ്പമുണ്ട് സ്വർഗത്തിനെന്നാണ്. സ്വർഗത്തിലെ ഒരു മരത്തെ പറ്റി റസൂല് പറഞ്ഞത് 70 കൊല്ലം കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്താലും ആ മരത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്തൂല എന്നാണ്. ഏറ്റവും വലിയ കുതിര സവാരിക്കാരൻ കുതിരപ്പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്തിട്ട് 70 കൊല്ലം യാത്ര ചെയ്താൽ പോലും ഒരു മരം 2 മരമല്ല, ഒരു മരത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റത്ത് എത്തൂല. എന്നാൽ മരത്തിൽ നിന്ന് പിടിച്ചു നോക്കാൻ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സ് നിറഞ്ഞോവും ആ മരം കൊണ്ട്. മനസ്സിലൊരു ഇഞ്ച് പിന്നെ സൂചി കുത്താൻ ബാക്കി ഉണ്ടാവില്ല. അതാണ് ബദരീങ്ങളോട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ആ സ്വർഗം ആകാശഭൂമികളുടെ വലിപ്പമുള്ളതാണ്. ഉടൻ തന്നെ ഒരു സഹാബി വന്നുകൊണ്ട് പുഞ്ചിരിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇത്ര വലിപ്പമുണ്ടാകുമോ സ്വർഗത്തിന്? എന്താ നിനക്ക് സംശയമുണ്ടോ? ഇല്ല റസൂലേ, ഈ യുദ്ധത്തിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലെത്തുമോ റസൂലേ? എത്തും. ഷഹീദായാൽ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അത് പറഞ്ഞുകൊണ്ട് ആ സഹാബി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഏതാനും മുന്തിരിങ്ങ കുറിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മുന്തിരിങ്ങ കുറിച്ച് തീർക്കാൻ പോലും എനിക്ക് സമയമില്ലല്ലോ, ഇത് തീരുന്നവരെ കാത്തിരിക്കാൻ സമയമില്ലല്ലോ. ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഷഹീദായത് ഈ മുന്തിരിങ്ങ കുറിച്ച സഹാബിയായിരുന്നു. ബദരീങ്ങളിൽ വെച്ചിട്ട് ആദ്യത്തെ ഷഹീദായത് സ്വർഗത്തിന് അത്ര വലിപ്പമുണ്ടോ റസൂലേ എന്ന് ചോദിച്ച ഈ സഹാബിയാണെന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ കുറിച്ചു വെച്ചിരിക്കുകയാണ്. യുദ്ധമത തുടങ്ങാൻ പോവുകയാണ്. ഖുറൈശി വില്ലാളി വീരന്മാരായ 3 പേർ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ എതിർക്കാനുള്ളവരാരായി ഇറങ്ങടാ എന്ന് പറഞ്ഞു. 3 ആളുകളാണ് ഖുറൈശികൾക്കിടയിൽ നിന്ന് ആദ്യം വന്നത്. ഒന്ന് ഉത്ബത്ത്, ഒന്ന് ഷൈബത്ത്, ഒന്ന് ഉത്ബത്തിന്റെ മകൻ വലീദ്. ഉത്ബത്തും ഷൈബത്തും റബീഅയുടെ മക്കളാണ്. ഈ 2 മക്കളും ഒരു മകന്റെ മകനായ വലീദും ഈ 3 ഖുറൈശികൾക്കിടയിലെ ഏറ്റവും വലിയ യുദ്ധ നിപുണന്മാർ, വില്ലാളി വീരന്മാർ. അവരാണ് മുന്നോട്ട് വന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന, ഇറങ്ങടാ, മുഹമ്മദിന്റെ സംഘത്തിൽ നിന്ന് ഇറങ്ങാവുന്നവരിറങ്ങ് എന്ന് പറയുന്നു അല്ലാഹുവിൻ്റെ റസൂല്. ആ സമയത്ത് പുഞ്ചിരിച്ച് തൻ്റെ സഹാബത്തിനോട് പറയുന്നു, സ്വർഗത്തിലേക്കുള്ള യാത്ര. ബദറിൻ്റെ സമയത്ത് റസൂല് ദുആ ചെയ്തതിന് കയ്യും കണക്കുമില്ല. ദുആ ചെയ്ത് അവിടുത്തെ താടി രോമങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയായിരുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക്, അല്ലാഹുവേ നീ സംഘത്തെ എങ്ങാനും നശിപ്പിച്ചാൽ ലാ തുഅബദു ബഅദഹാ, അതിനുശേഷം പിന്നെ നിന്നെ ആരാധിക്കാൻ ആളുണ്ടാവൂല. നീ ഈ സംഘത്തെ നശിപ്പിച്ചാൽ, ഈ 313 ഇവിടെ തോറ്റുപോയാൽ, 313 തകർക്കപ്പെട്ടാൽ പിന്നെ നിന്റെ പേര് ലോകമറിയില്ല. നിന്റെ തൗഹീദ് ആരറിയാൻ, നിന്നെ ആരാധിക്കാൻ, നിന്റെ ആരാധന നിലനിർത്തേണ്ടത് ഈ 313 അവരെ തോൽപ്പിക്കല്ലേ റബ്ബേ, അവരെ വിജയിപ്പിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് കെഞ്ചി ദുആ ചെയ്ത് സുജൂദിന് പുറത്തും അല്ലാഹുവിൻ്റെ റസൂല് ഒരുപാട് വട്ടം ദുആ ചെയ്യുകയായിരുന്നു. ദുആ എന്ന് പറഞ്ഞാൽ മുഅ്മിന്റെ ലക്ഷണമാണ്. ദുആർക്കുക, ഏത് കാര്യത്തിലും അള്ളാഹിനോട് ദുആർക്കുക, അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. പടച്ചോനോടൊരു കാര്യം ചോദിക്കാൻ മടിക്കരുത്. റസൂല് പോലും ചോദിക്കാൻ മടിച്ചിട്ടില്ല, എന്നിട്ടാണോ നമ്മൾ ചോദിക്കാൻ മടിക്കേണ്ടത്? ചോദിച്ചുകൊണ്ടേയിരിക്കണം. റസൂല് പോലും സ്വന്തം കാര്യം എന്നുള്ള എനിക്ക് ചെയ്യല്ല ചെയ്തത്, ദുആ ചെയ്യുമ്പോൾ റസൂലിൻ്റെ കൈ എങ്ങനെയായിരുന്നു കുഴിഞ്ഞിരുന്നത് എന്ന് വരെ ഹദീസിലുണ്ട്. ചില ആൾക്കാർക്ക് ദ്വാരക്കുമ്പോൾ കൈ തൂക്കിടുന്നൊരു ഫാഷനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ട് കൈ എങ്ങനെയാണ് കുഴിഞ്ഞിരുന്നത് എന്ന് വരെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. റസൂല് ദുആ ചെയ്യുന്ന വേളകളിൽ അല്ലാഹുവിൻ്റെ റസൂല് കേണ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നീ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, മനസ്സിലൊക്കെ വല്ല ബേജാറും ആദ്യം വ്യാധിയും ഒക്കെ ഉണ്ടെങ്കിൽ പടച്ചോനെ ഏൽപ്പിക്കുക, അള്ളാഹിനോട് പറയാം. നിന്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാലും പടച്ചോനോട് ചോദിക്കണം എന്നുള്ള ഹദീസിൽ നിന്ന് നിങ്ങൾക്കും എനിക്കും എന്തൊക്കെ പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, അത്ര നിസ്സാരമായ കാര്യം വരെ അള്ളാഹിനോട് ചോദിക്കാൻ പഠിക്കണ്ടാന്ന്. ചെരുപ്പിൻ്റെ വാറേ, റസൂലിൻ്റെ വാക്ക് നോക്കണം. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ അതൊന്നും നന്നാക്കണ കാര്യം പടച്ചോനെ ഒന്ന് നന്നാക്കി തരണേ. പക്ഷേ ദുആയിൽ മാത്രം നിർത്തരുത്, പ്രവർത്തിക്കും കൂടി വേണം. പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം.
ഒരു ലാറ്റിൻ പഴമൊഴിയുണ്ട്, ഒറാ എറ്റ് ലബോറ. അതായിരിക്കണം ഒരു മനുഷ്യന്റെ സിദ്ധാന്തം. ഒറാ എറ്റ് ലബോറ, പ്രേ ആൻഡ് വർക്ക്. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. വെറും പ്രാർത്ഥന കൊണ്ടൊന്നും നേടാൻ കഴിയില്ല, കൂടെ പ്രവർത്തിക്കണം. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച മാതിരി എനിക്ക് കുട്ടികളെ തരണേ മക്കളെ തരണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദ്വാരക്കുക, കല്യാണമൊട്ട് കഴിക്കൂല, ഒരു നിവൃത്തിയില്ല. പെണ്ണ് കെട്ടണം, എന്നിട്ട് ദ്വാരക്കണം, മക്കളെ തരണേ, അപ്പോൾ കുട്ടികളുണ്ടാവും. വെറും ദ്വാര കൊണ്ട് ഉത്തരം കിട്ടൂല. മനുഷ്യൻ ചെയ്യേണ്ടത് അവൻ ചെയ്യണം, അതാണ് ഇസ്ലാം. ഇസ്ലാം അങ്ങനെ ദൈവം അത്ഭുതം കാട്ടുന്ന രീതിയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ലോകത്തിനൊരു സമ്പ്രദായമുണ്ട്, ലോകത്തിനൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോകണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം റസൂലിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മസ്ജിദിൽ ഇരിക്കുകയാണ്. ഒരാളിങ്ങനെ നടന്നു വന്നു, ഒട്ടകത്തെയും കൊണ്ടാണ് വന്നത്. ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് ഇയാൾ നിസ്കരിക്കാൻ കയറി. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒട്ടകത്തെ കെട്ടിയിടാഞ്ഞാൽ ഒട്ടകം പോവും, ഒട്ടകത്തെ നഷ്ടപ്പെടും. ഒട്ടകത്തെ നഷ്ടപ്പെട്ടാൽ പിന്നെ പിടിക്കാൻ വലിയ പ്രയാസമാണ്. ഒട്ടകത്തെ തെരഞ്ഞു പോയവൻ മരുഭൂമിയിൽ ദിക്കറിയാതെ കഷ്ടപ്പെട്ട് മരിച്ചുപോയ സംഭവങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. കടല് പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, അതിനകത്ത് വിട്ട് മരിച്ചു പോകും. അതുകൊണ്ട് ഒട്ടകത്തെ കെട്ടണം എന്ന അറബികൾക്കിടയിൽ ഒരു മൊഴി തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇയാൾ ഒട്ടകത്തെ കെട്ടാതെ നേരെ പള്ളി കയറി നിസ്കരിക്കാൻ പോവാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രീതി ഒന്ന് ആലോചിക്കണം ചെറുപ്പക്കാരെ നിങ്ങൾ. റസൂൽ ഉടനെ ചോദിച്ചു, ഒട്ടകത്തെ കെട്ടുന്നില്ലേ എന്ന് ചോദിച്ചു. ഈ റസൂലിനെ ശരിക്കും മനസ്സിലാക്കണം. ഈ റസൂൽ അത്ഭുതം കാട്ടാൻ വന്ന ഒരു ആത്മീയവാദിയോ ലോകം തിരിയാത്തൊരു മനുഷ്യനായിരുന്നില്ല. എല്ലാ കാര്യങ്ങളെയും തൊട്ടതിനെയൊക്കെ പൊന്നാക്കിയ റസൂല് മാനവ ജീവിതത്തിൻ്റെ സകലമാന നന്മകളെയും ഏറ്റവും നല്ല കണ്ണുകൊണ്ട് നോക്കിക്കാണുകയും ഏറ്റവും നല്ല വഴിയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ലോക പരിഷ്കരണത്തിൻ്റെ നായകനാണ്. റസൂല് പറഞ്ഞു, കെട്ടുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നിസ്കരിക്കാൻ പോണ ആൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിസ്കരിക്കാൻ പോണ ആളാ ഞാൻ. എൻ്റെ ഒട്ടകത്തെ പടച്ചവൻ കാക്കൂലെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ അതിനർത്ഥമുള്ളത്? ഞാൻ നിസ്കരിക്കാനല്ലേ പോണത്. അപ്പോൾ ഈ അള്ളാഹ്ക്ക് വേണ്ടിയായി നിസ്കാരം, എന്നിട്ട് എൻ്റെ ഒട്ടകത്തെ അള്ളാഹ് കാക്കൂലേ എന്ന് ചോദിച്ചു.